എല്ലാവർക്കും നമസ്കാരം. ബിയോണ്ട് ദ സൈറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ലുലു മാളിലാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചിയിലുള്ളതും തിരുവനന്തപുരത്തുള്ളതുമായിട്ടുള്ള ലുലു മാളിനെ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ലുലു മാൾ വളരെ ചെറുതാണ്. ദേശീയപാതയിൽ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് എത്തുന്നതിന് മുമ്പായി കണ്ണാടി എന്നുള്ള സ്ഥലത്താണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് ബ്രാൻഡുകൾ നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇനിയും പലതും ഇവിടെ ഓപ്പൺ ആകാനുണ്ട് താനും. 3 ഫ്ലോറുകളിലായാണ് പാലക്കാട് ലുലു മാൾ നിലകൊള്ളുന്നത്. നമ്മളിപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഒറ്റപ്പാലത്തുള്ള നമ്മുടെ ഫ്ലാറ്റിൽ നിന്നും ഏകദേശം ഒരു 45 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ലുലു മാളിൽ എത്തിച്ചേരാവുന്നതാണ്. ആയതിനാൽ പാലക്കാട് ലുലു മാൾ ഒന്ന് കാണുകയും ഒപ്പം വീട്ടു സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. നമ്മൾ സാധാരണ ലുലു മാളിൽ കാണുന്ന അതേ രീതിയിലുള്ള അറേഞ്ച്മെന്റുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. എന്നിരുന്നാലും ആ ഒരു പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം ആയിട്ടുള്ളതിനാലും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും നിരവധി ഓഫറുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. കുടുംബത്തോടൊപ്പമായിരുന്നു ലുലുമാൾ സന്ദർശിക്കാൻ എത്തിയിരുന്നത്. വെജിറ്റബിൾസ് എല്ലാം വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ ലഭ്യമാണ്. ക്രിസ്മസ് സീസൺ ആയതിനാൽ പല ഫ്ലേവറിലുള്ള കേക്കുകളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഒപ്പം സാന്റാക്ലോസിന്റെ മാതൃകയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ക്രിസ്മസ് അലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വസ്തുക്കൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ നിരവധി ഫ്രോസൺ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. അവയിൽ പലതും നമുക്ക് വാങ്ങുവാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിംഗ് കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ക്യാരി ബാഗിന് നമ്മൾ പ്രത്യേകം പേ ചെയ്യണം എന്ന് മാത്രം.
ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നതിനാൽ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ പേയ്മെന്റ് നടത്തി ബില്ലും സാധനങ്ങളുമായി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് കടക്കുകയാണ്. പിന്നീട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കയറിയത്. ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറും ഫുഡ് കോർട്ടും കുട്ടികൾക്കായുള്ള ഫൺ ഏരിയയും എല്ലാം സെക്കൻഡ് ഫ്ലോറിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റുള്ള ലുലു മാളിലെ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണെങ്കിൽ തന്നെയും സ്ഥലപരിമിതി കാരണം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കുള്ളതിനാലും സീറ്റ് കിട്ടാൻ സമയമെടുക്കും എന്നുള്ളതുകൊണ്ടും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ കാർ പാർക്കിങ്ങിലെത്തി. പാവങ്ങളുടെ മിനി കൂപ്പർ എന്നറിയപ്പെടുന്ന നമ്മളുടെ ഇത്തിരി കുഞ്ഞൻ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.